ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവരാണോ നമ്മൾ? ആണെങ്കിൽ നമ്മുടെ കുടുംബം പോലും തറപറ്റാൻ അത് മാത്രം മതി. ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ 3 ഗണത്തിൽപ്പെട്ട വ്യക്തികളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവർ, ഉപകാരികൾക്ക് മാത്രം ഉപകാരം ചെയ്യുന്നവർ, അപകാരം ചെയ്യുന്നവരോടും ഉപകാരം കാണിക്കുന്നവർ. അങ്ങനെ 3 ഗണത്തിൽപ്പെട്ട വ്യക്തികളെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു സംഭവം ഞാൻ കേട്ടതാണ്. ഒരു മനുഷ്യൻ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ബാക്കി സഹോദരങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ചു. അവർക്ക് അവരുടെ വിവാഹത്തിന് സമയമായപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എല്ലാവരും നല്ല നിലയിലെത്തി, വെൽ സെറ്റിൽഡ്. ഇനി ഇങ്ങനെയെല്ലാം ചെയ്തു കൊടുത്ത ഈ വ്യക്തിക്ക് കല്യാണം കഴിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് അതേക്കുറിച്ച് യാതൊരു സങ്കടവും നിരാശയും നഷ്ടബോധവും ഒന്നുമില്ലായിരുന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് അതെല്ലാം ചെയ്തത്. ഇന്ന് അദ്ദേഹം ഒന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കാരണം പറഞ്ഞത്, കാര്യം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തെങ്കിലും അവർക്കൊക്കെ ഏതാണ്ട് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു ഭാരം പോലെ. അത് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും നേരത്തെ ഒന്ന് മരിക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഉപകാരം ചെയ്ത വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അപകാരം എന്നതുപോലത്തെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ മരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു സംഭവം ഞാൻ കേട്ടതാണ്. ഒരു ദരിദ്ര കുടുംബത്തിലെ നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ച്, അവളുമായിട്ട് ഒരാൾക്ക് അടുപ്പമുണ്ടായിരുന്നു. അവനാണെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്തതാണ്. അവസാനം ഇവളുടെ പഠിത്തത്തിൽ, അതുപോലെ തന്നെ വിസ എടുക്കുന്ന കാര്യത്തിൽ, വിദേശത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിലെല്ലാം ഇവനാണ് മുൻകൈ എടുത്ത് പണം ചിലവാക്കി ആ കാര്യങ്ങളെല്ലാം ചെയ്തു. അവൾ വിദേശത്തെത്തി, ഇവനും വിദേശത്തെത്തി. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഇടയിൽ ചില അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ. അവസാനം അവൾ കേസ് കൊടുത്തു. ഇവൻ അവിടുന്ന് നാട്ടിലേക്ക് തിരികെ പോന്നു. ഇന്നിപ്പം അവൾ അവിടെ വിദേശത്ത്, ഇവന് നാട്ടിലാണ്. വിദേശത്ത് പോകാൻ പറ്റത്തില്ല, ചെന്നാൽ അറസ്റ്റാവും. ഇനി അങ്ങനെ ആ ഒരു അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകാതെ അവൻ നാട്ടിൽ തന്നെ താമസിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? ഉപകാരം ചെയ്തിട്ട് അവസാനം കിട്ടിയത് അപകാരം. ഇങ്ങനെയുള്ള അവസ്ഥകൾ വളരെ അപകടകാരികളാണ്. നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളത് ദൈവവചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ഏതാനും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. 3 ലെവലിലുള്ള ആൾക്കാർ, ആ ലെവലിൽ ചിന്തിക്കുന്ന വ്യക്തികളെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഒന്നാമത്തേതാണ്, ഉപകാരികൾക്ക് ഉപകാരം ചെയ്യും, അപകാരം ചെയ്യുന്നവരോട് അപകാരം ചെയ്യും. ഇവരെ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത്? വളരാത്തവർ. നമുക്ക് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥനയിൽ നമ്മൾ വളരണം. മത്തായി 15:8-9 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാ. വചനത്തിൽ നമ്മൾ വളരണം. അതാണ് ഹെബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. സ്നേഹത്തിൽ നമ്മൾ വളരണം. എഫേസസ് 3-ാം അധ്യായം 17 സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. 1 തെസ്സലോനിക്ക 4:10 വായിച്ചാലോ, സ്നേഹത്തിൽ ഉത്തരോത്തരം വളരണം. അതുകൊണ്ട് നമ്മൾ ഈ വളർച്ച ലക്ഷ്യം വെക്കാതെ ജീവിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഈ വചനങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്ക 14-ാം അധ്യായം 12-ാമത്തെ വചനം എടുക്കുമ്പോൾ, സാധാരണ നമ്മളൊക്കെ സദ്യ കൊടുക്കുമ്പോൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്നത് അവിടെ കാണാൻ പറ്റും. യേശു കൊടുത്ത ഒരു നിർദ്ദേശം. നമ്മളൊക്കെ സദ്യ കൊടുക്കുമ്പോൾ ആർക്കാണ് കൊടുക്കാറുള്ളത്? ഫാമിലി, ഫ്രണ്ട്സ്, റിച്ച് ആൾക്കാരായിട്ടുള്ളവർ, ധനികരായിട്ടുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ ബെനഫാക്ടേഴ്സ് ആയിട്ടുള്ളവർ, ഇവിടെ അഭ്യുദയകാംക്ഷികൾ, അവരെല്ലാം നമ്മൾ പരിഗണിക്കും. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 14
12 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ സദ്യ കൊടുക്കുമ്പോൾ ആരെ ക്ഷണിക്കണം? ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ. ഇതൊക്കെ നടക്കണ കാര്യമാണോ എന്ന് ചിലർക്ക് തോന്നിയേക്കാം. പക്ഷെ കർത്താവ് തന്ന ഒരു നിർദ്ദേശം, നീ അത് ചെയ്താൽ സ്വർഗത്തിൽ നിനക്ക് വലിയ നിക്ഷേപമുണ്ടാകും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഗണമാണ് ഉപകാരികൾക്ക് അപകാരം ചെയ്യുന്നവർ. അവരുടെ ജീവിതം, അവരുടെ കുടുംബം വട്ടപൂജ്യമാകാനുള്ള സാധ്യതയുണ്ടെന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 17:13 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ളവരുടെ ഭവനത്തിൽ നിന്ന് അനർത്ഥങ്ങൾ ഒഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ കുടുംബം, അതുപോലെ തന്നെ ആ കുടുംബത്തിൽ വസിക്കുന്നവർ വട്ടപൂജ്യമായി മാറാനുള്ള സാധ്യതയാണ് അവരുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ ഒരു ഗണമാണ് അപകാരം ചെയ്താലും ഉപകാരം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ ഇന്നും ഉണ്ട് കേട്ടോ സമൂഹത്തിൽ. ഇനി വചനം നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതാണ്. റോമാലേഖനം 12:19 മുതൽ വായിച്ചാൽ, പ്രതികാരം നീ വീട്ടണ്ട, അത് ദൈവത്തിന് വിട്ടുകൊടുത്തേര്. 21-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ പറ്റും. തിന്മ കൊണ്ടല്ല തിന്മയെ കീഴടക്കാൻ പറ്റുക, നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ കൂടി എടുക്കാം. 1 സാമുവേൽ 24-ാം അധ്യായം, 26-ാം അധ്യായം. ഈ 2 അധ്യായങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ദാവീദ് ചെയ്തൊരു കാര്യം. സാവൂളാണ് ഇവനെ കൊല്ലാൻ വേണ്ടി അവസരം നോക്കി നടക്കുക. ഈ സാവൂളിനെ കൊല്ലാൻ സുവർണ അവസരം വന്നിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വിട്ട ദാവീദിനെ കാണാൻ പറ്റും. അപകാരത്തിന് പകരം ഉപകാരം ചെയ്ത വ്യക്തിയായിട്ട് ദാവീദിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 13 നമ്മൾ കാണുക, തന്നെ ഒറ്റിക്കൊടുക്കുന്ന, അത് തള്ളിപ്പറയുന്ന ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന യേശുവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. 2 സാമുവേൽ 16-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഷിമെയി, അവന് ദാവീദിൻ്റെ മേൽ ഇങ്ങനെ ശാപവാക്കുകൾ കോരിയൊഴിക്കുന്നത് കാണാൻ പറ്റും. ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അവനെ തടസ്സപ്പെടുത്താൻ നോക്കിയപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യം, വേണ്ട, അവൻ പറയട്ടെ, ഒരുപക്ഷെ കർത്താവ് അവനെ വിട്ടതായിരിക്കാം ദാവീദിനെ ശപിക്കാൻ വേണ്ടി, അതിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചേക്കാം. ഇവിടെയെല്ലാം നമ്മൾ കാണുക അപകാരം ചെയ്തവരോട് ഉപകാരം ചെയ്യാൻ പറ്റിയ വ്യക്തികളെക്കുറിച്ചാണ്. വേണമെങ്കിൽ നമുക്ക് ആ ഗണത്തിൽ പെടാൻ പറ്റും. അതിനു വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ ഹൃദയം നിറച്ച നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെയും ലോകം മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം അങ്ങിപ്പോൾ നിറവേറ്റി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.